ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് നിങ്ങളെ എല്ലാവരെയും ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ എക്സാം ഏകദേശം തീരാറായിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്തിരുന്നതും. കാരണം എക്സാം ഒന്ന് കഴിയട്ടെ, എക്സാം ഒന്ന് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുമായി കുറച്ചു നേരം ഒന്ന് സംസാരിക്കാനും നിങ്ങളുടെ എഴുതിയതിന്റെ പെർഫോമൻസ് ഒക്കെ ഒന്ന് അറിയാനും വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്ത് നിന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇത് ക്ലാസ് ഒന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ആളുകൾ വീഡിയോയുടെ താഴെ ക്ലാസ് എടുത്തുകൂടെ അല്ലെങ്കിൽ ക്ലാസ് ഇട്ടുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ക്ലാസ് ആണ് എന്ന് വിചാരിച്ച് വീഡിയോ കാണുന്നവർ കാണണമെന്നില്ല. അതല്ല, നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് കാര്യങ്ങൾ, അവർ എഴുതിയ എക്സാം എങ്ങനെയാണ്, അതുപോലെ തന്നെ ചിലയിടത്തൊക്കെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇഷ്യൂസസ് ഉണ്ടായിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ കുറച്ച് ഇഷ്യൂസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും പരീക്ഷ കഴിഞ്ഞിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതിയപ്പം എക്സാം ടഫ് ആയിരുന്നോ? അപ്പോൾ കുറേ ആളുകൾ എന്നോട് തന്നെ കുറേ പേര് വാട്സപ്പ് ചെയ്തും ഒക്കെ സംസാരിക്കുന്നുണ്ട്. സാർ, എക്സാം കുറച്ച് കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടഫ് ആയിരുന്നു എന്ന് പറഞ്ഞവരുണ്ട്. അത്രയും പ്രതീക്ഷിച്ച പോലെ ഒന്നും പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ടെൻഷൻ ഒന്നും ആവണ്ട. ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാം. ഒന്ന്, നമ്മുടെ ഇപ്പൊ ചില പാറ്റേൺ, അതായത് ഇപ്പം നമ്മുടെ എക്സാം കണ്ടക്ടിങ് ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇഷ്യൂസസ് ഉണ്ട്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പൊ എഡ്യൂക്കേറ്റീവ് ആയിട്ട് ബന്ധപ്പെട്ട് എക്സാം ആദ്യം ഒന്ന് മാറ്റി വെക്കുന്ന അവസരം വന്നു. അതിനുശേഷമാണ് ഇപ്പൊ രണ്ടാമത് നിങ്ങൾക്ക് വീണ്ടും ഒരു എക്സാം ഡേറ്റ് ഇട്ട് എക്സാം കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഞാനിതിന് മുമ്പ് നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഇത് നമ്മൾ ആ TCS കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതൊരു വളരെ പെർഫെക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പരിപാടിയായിരുന്നു. പക്ഷെ ആ ഒരു ബോഡി മാറിയതിന് ശേഷം അവര് അത് പെർഫെക്റ്റ് ആയിട്ടല്ല പലയിടത്തും പല കാര്യങ്ങളും ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും. കാരണം അതിപ്പോൾ ഉണ്ടാവുന്ന ഇഷ്യൂസസ് ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കത് റിലേറ്റ് ചെയ്ത് വായിക്കാനായിട്ട് പറ്റും. കാരണം ഇപ്പൊ പല സെന്ററുകളിലും ഈ പറയുന്നത് പോലെ ചെല്ലുമ്പോൾ കറക്റ്റായിട്ട് എക്സാം കണ്ടക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എക്സാം ഇല്ല എന്ന് പറഞ്ഞ് കുട്ടികളെ തിരിച്ചുവിടുന്നു. അതുകൊണ്ട് പിള്ളേർ ദേഷ്യപ്പെട്ടിട്ട് അവിടെ ഒരുപാട് അക്രമങ്ങളൊക്കെ കാണിക്കുന്നു. ആ സ്ഥലങ്ങളിലൊക്കെ എക്സാം കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ പല വിദ്യാർത്ഥികളും ഇപ്പൊ ആശങ്കയോട് ചോദിക്കുന്നുണ്ട്, സാർ എക്സാം പൂർണ്ണമായിട്ട് മാറ്റി വെക്കുവോ, അല്ലെങ്കിൽ വീണ്ടും എക്സാം കണ്ടക്ട് ചെയ്യുമോ? അപ്പം ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം വെച്ചിട്ട് വന്നിരിക്കുന്നത് ഈ എക്സാം നടക്കാതിരുന്ന സെന്ററുകളിൽ വീണ്ടും എക്സാം കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ എഴുതിയ എക്സാം ക്യാൻസൽ ചെയ്യുന്ന ഒരു പരിപാടി ഇതുവരെ വന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഒരു ആശ്വാസമായിട്ട് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ വേണ്ട. നിങ്ങൾ ഫിസിക്കൽ ട്രൈ ചെയ്യുന്ന ആളുകൾ മസ്റ്റായിട്ടും ഫിസിക്കൽ ട്രൈ ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു മടിയും വിചാരിക്കുക, എക്സാമിന് ക്യാൻസൽ ചെയ്ത് പോകുന്നതും വിചാരിച്ച് മടി പിടിച്ചിരിക്കരുത്. അതുപോലെ എല്ലാവരും എനിക്ക് നിങ്ങളെ കിട്ടിയ നിങ്ങളുടെ ഒരു അറ്റംപ്റ്റ് ഒക്കെ ഒന്ന് പറയാമെങ്കിൽ നല്ലതായിരുന്നു. നമുക്ക് ഓവറോൾ ഒരു കട്ട് ഓഫ് പ്രഡിക്ഷൻ ഒക്കെ നടത്താൻ പറ്റും. നിങ്ങൾ ഏകദേശം ഒരു എത്ര ക്വസ്റ്റ്യൻസ് വരെയൊക്കെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ, ഒരു കട്ട് ഓഫ് പ്രഡിക്ഷൻ. കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, സാർ കഴിഞ്ഞ പ്രാവശ്യവുമായിട്ട് നോക്കുമ്പോൾ ഇനിയും കട്ട് ഓഫ് കുറയുമോ? കഴിഞ്ഞ പ്രാവശ്യം കുറവായിരുന്നു, ഇപ്രാവശ്യം ഇനിയും കുറയുമോ? കാരണം കുറച്ചൊക്കെ ടഫ് ആയതുകൊണ്ട് ഇനിയും കുറയുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നിങ്ങളുടെ മാർക്ക്, അതായത് നിങ്ങളുടെ എത്ര ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക് ഏകദേശം കറക്റ്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ള അറ്റംപ്റ്റ്, അതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് എക്സാം ടഫ് ആയിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ പെർഫോം ചെയ്യാൻ പറ്റിയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു കട്ട് ഓഫ് പ്രഡിക്ഷൻ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തായാലും നമ്മൾ നമ്മുടെ ജോലി കഴിഞ്ഞു, നമ്മൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട എന്താണ്? രണ്ടാമത്തെ സ്റ്റേജ് ആയ ഫിസിക്കൽ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ റണ്ണിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ ബോയ്സ് ആയാലും ഗേൾസ് ആയാലും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായ ഒരു ട്രെയിനിങ് എടുക്കുക. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ ഓട്ടം ഒന്ന് പെർഫെക്റ്റ് ആക്കുക. അപ്പോൾ ഒരു സ്റ്റേജ് നമ്മുടെ കഴിഞ്ഞു. എന്ത് കഴിഞ്ഞു? ഒന്നാമത്തെ സ്റ്റേജ് നമ്മുടെ റിട്ടൺ എക്സാം ആയിരുന്നു, അത് കഴിഞ്ഞു. ഏതർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. ചില ആളുകൾ, അയ്യോ സാറേ എനിക്ക് ഉദ്ദേശിച്ച പോലെ ഒന്നും പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന തന്നെ എന്ന് വെച്ചാൽ പലതരത്തിലുള്ള കമന്റുകൾ വരാറുണ്ട്. ഇപ്പോൾ വാട്സപ്പിൽ, ഇപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരുപാട് കമന്റുകൾ വരാറുണ്ട്. അപ്പോൾ എനിക്ക് വരാറുണ്ട്, അതുൽ സാറിന് വരാറുണ്ട്. അപ്പോൾ വരുമ്പോൾ എല്ലാ കുട്ടികൾ ഇങ്ങനെ ആശങ്ക ചോദിക്കുകയാണ്, സാർ ഞങ്ങൾക്ക് അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല, കഴിഞ്ഞ പ്രാവശ്യത്തിന് അത്ര എഴുതാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്തു, അവസാനം വരുമ്പോൾ എക്സാം ടഫ് ആയതുപോലെ ഫീൽ ചെയ്തു. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ നമുക്ക് കമന്റുകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ വരുന്നവർക്കെല്ലാം നമുക്ക് ഈ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നത്. എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ എന്തായാലും ഈ ഒരു ഇയറിലെ എക്സാം എഴുതി കഴിഞ്ഞു.
നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ എഡ്യൂക്കേറ്റീവായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പാറ്റേൺ ചേഞ്ചും ഒക്കെ കുറെ വന്നിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് ചിലർക്ക് ടഫായി, ചിലർക്ക് എളുപ്പമായി. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് എന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യും. നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ ചെയ്തു എന്നുള്ളത് ഏകദേശം നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്കത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കട്ട് ഓഫ് പ്രഡിക്ഷൻ ഏകദേശം നമുക്ക് നടത്താൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൂടാതെ അടുത്ത സ്റ്റേജ് എന്നുള്ള നിലയ്ക്ക് ഫിസിക്കലിന് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. ഞാൻ ഈ വീഡിയോയുമായി വന്നത് തന്നെ നമ്മുടെ പിന്നെ കുറച്ച് കുട്ടികൾ ദിശ അക്കാഡമിയുടെ കുട്ടികൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്താണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മളോട് ഈ ആശങ്കകൾ പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ ഒപ്പീനിയൻ എന്താണ് എന്നാണ് അവർ കാത്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പോസിറ്റീവായി മാത്രമേ കാര്യങ്ങളെ കാണുന്നുള്ളൂ. പല സ്ഥലത്തും പല നെഗറ്റീവ്സും നടക്കുന്നുണ്ട്, പല ഇഷ്യൂസസ് നടക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ കണ്ടക്ടിങ് ബോഡിയുമായി, എക്സാം കണ്ടക്ടിങ് ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട് അവര് ഈ ഒരു കാര്യങ്ങളിൽ എത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാത്തതിന്റെ ഒരു പ്രശ്നമാണ് പല സ്ഥലങ്ങളിലും ഈ ഇഷ്യൂസസ് ഉണ്ടാവാനുള്ള കാര്യം. നേരത്തെ TCS നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഈ പ്രശ്നം ഇല്ലായിരുന്നു. അപ്പൊ അത് ഞാൻ വിചാരിക്കുന്നത് ഒരു ഇനി അങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ബോഡി ചേഞ്ച് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതൊക്കെ ഒരു സീരിയസ് ആയിട്ട് നടക്കേണ്ട കാര്യങ്ങളാണ് ഈ കോമ്പറ്റീറ്റീവ് ലെവൽ എക്സാം എന്ന് പറയുമ്പോൾ. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പൊ നീറ്റിനകത്ത് ഉണ്ടായ വിഷയങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? എത്ര സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു പരീക്ഷയാണ് വളരെ നിസാരമായിട്ട് ക്വസ്റ്റ്യൻ ലീക്ക് പോലെയുള്ള ഇഷ്യൂസസ് ഉണ്ടാവുന്നത്. അപ്പൊ അത് ഉണ്ട്. ഏത് പരീക്ഷയായാലും ഇത്തരത്തിലുള്ള അതിന്റെ ഒരു എന്താ പറയുന്നത്, നന്നായി അത് കണ്ടക്ട് ചെയ്യാൻ അറിയാവുന്ന ബോഡിയും കാര്യങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഇഷ്യൂസസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇത് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗം ചെയ്യാതിരുന്നിട്ടോ ഒന്നും കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പാർട്ട് ചെയ്തു പോവുക. ദെൻ ഉടനെ തന്നെ 30-ാം തീയതിയോട് ഒരു പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഉടനെ തന്നെ റിസൾട്ടുകളും കാര്യങ്ങളും വരും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, കൃത്യമായി ഫിസിക്കലി ചെയ്യുക. ഫിസിക്കലി നമുക്ക് കിട്ടണം, ഉറപ്പായിട്ടും കിട്ടണം. ഈ വർഷം തന്നെ ജോലിക്ക് കയറണം എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും എയിമാണ്. നമ്മളത് കയറിയിരിക്കുമെന്ന് മനസ്സിൽ ചിന്തിക്കുക. നമ്മൾ ഉറപ്പായിട്ടും കയറിയിരിക്കും, നമ്മൾ ഒരുമിച്ച് വിജയിക്കും. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്ത് ആശങ്കകൾ ഉണ്ടെങ്കിലും നിങ്ങൾ യൂട്യൂബിൽ കമന്റ് ആയിട്ട് തന്നെ ഇട്ടോ, ഞാനത് മറ്റൊരു വീഡിയോ ആയിട്ട് പറയാം. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ എഴുതിയ അറ്റംപ്റ്റുകളും അതുപോലെ നിങ്ങളുടെ ടഫാണോ അല്ലെങ്കിൽ എളുപ്പമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എന്തെങ്കിലും ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഞാൻ പെട്ടെന്നൊരു ഇത് പറയുന്നില്ല. നമ്മൾ ഇനി പുതിയ ബാച്ചുകളൊക്കെ ആരംഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ടാണെങ്കിൽ ദിശയുടെ ഈ 5 ബ്രാഞ്ചുകളിലും 5 ബ്രാഞ്ചുകൾ അറിയാലോ എവിടേക്കാണ്? ട്രിവാൻഡ്രം, കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കോഴിക്കോട്. ഈ 5 ബ്രാഞ്ചുകളിലും ഫോൺ നമ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 5 ബ്രാഞ്ചുകളിലും ജൂൺ ഫസ്റ്റ് വീക്ക് മുതൽ പുതിയ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിക്കുകയാണ്. നിങ്ങൾക്കറിയാം, എല്ലാ ബ്രാഞ്ചിലും, ദിശയുടെ എല്ലാ ബ്രാഞ്ചുകളിലും ഓഫ്ലൈൻ ബാച്ചുകളുണ്ട്. ഇനി ഓൺലൈനായി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ഓൺലൈൻ ബാച്ചുകളൊക്കെ വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളൊട്ടും എന്ത് ചെയ്യണ്ട, ഡിസപ്പോയിന്റഡ് ഒന്നും ആവരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ സ്ട്രോങ് ആയിട്ട്, നിങ്ങൾ വളരെ എനർജറ്റിക്കലായിട്ട് പഠിക്കുക. അഥവാ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ പോലും നമുക്കത് ഡീൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഡീൽ ചെയ്യും, നമ്മൾ കയറും. ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വിചാരത്തോടു കൂടി കട്ടയ്ക്ക് പിടിച്ചോ. കാരണം ഞാനിത് കുറച്ചു പേരെങ്കിലും ആശങ്കയിലുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോയുമായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ ഒരുമിച്ച് ട്രൈ ചെയ്യാൻ, നമ്മൾ ഒരുമിച്ച് ട്രൈ ചെയ്താൽ ഉറപ്പായിട്ടും ഈ വർഷം നമുക്ക് ജോലിക്ക് കയറാൻ പറ്റും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഫിസിക്കലിന് വേണ്ടി ട്രൈ ചെയ്തോളൂ. അപ്പോൾ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.